അപ്പൊ ബേസിക്കലി ശരിക്കും സിദ്ധാർത്ഥ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ആണോ ആക്ടിംഗ് ആണോ കൂടുതൽ സീരിയസ് ആയിട്ട് ഒരു പ്രയോറിറ്റി അല്ല കൊടുക്കുന്നത്? ഞാൻ സീരിയസ്നെസ്സിന് കുറവൊന്നുമില്ല. ആക്ടിങ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് അല്ല തന്നെയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കുമല്ലോ. അതെ അതെ. അല്ല എനിക്ക് ഇഷ്ടം ഒബിയസ്ലി ഡയറക്ഷൻ തന്നെയാണ് എനിക്ക്. പക്ഷെ നടനായിട്ടാണ് വന്നത്. അതെ അതെ, നടനായിട്ടാണ്. അപ്പൊ ഈ ഡയറക്ഷൻ മനസ്സിൽ വന്നത് പണ്ട് അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ടാണോ? ആ ഒരു ചെറുപ്പം മുതലേ അതായിരുന്നു മനസ്സിലുണ്ടായത്? അച്ഛൻ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പത്തില് ഞാൻ ഓർക്കാറുണ്ട് പലപ്പോഴും ഈ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ അംബീഷൻ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെയെങ്കിലും പറയും ഡോക്ടർ ആവണം ഇതാവണം എന്നുള്ളത്. അപ്പൊ എന്റെ ചെറുപ്പം പോലുള്ള അംബീഷൻ എഴുതാനൊക്കെ ടീച്ചർ പറയുമ്പോൾ അല്ലെങ്കിൽ വലുതാകുമ്പോൾ ആരാഗ്രഹണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ശരിക്കും. കാര്യം അച്ഛൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിരുന്നു. അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കൾ അവിടെ വരും. അപ്പൊ ഞാൻ ജനിച്ചു വളർന്നപ്പം മുതലേ കാണുന്നത് ഇത് തന്നെയാണ്. കാണുന്ന അവരുടെ സംസാരം കേട്ടാണ് വളർന്നത്. അപ്പൊ ഈ ബർഗ്മാന്, സെന്യൂക്കിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ടർ ഫ്രാൻസിസ് ഡി കപ്പോള, അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പരിചിതമായ ആരവമാണ് ഇവരെല്ലാവരും. പക്ഷെ അവരെയൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അവരാരാണെന്നോ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ എന്താണെന്നോ അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ബർഗ്മാനെയൊക്കെ എനിക്കറിയാം, അച്ഛൻ്റെ ഏതൊരു അടുത്ത കൂട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് എനിക്കറിയാം. അപ്പം എന്റെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു, വേറൊരു തൊഴിലിലേക്ക് പോകാം എന്നുള്ള. അപ്പൊ ചെറുപ്പം പോലെ അച്ഛൻ ഈ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലായിരിക്കും അതിന്റെ മെസ്സും കാര്യങ്ങളും വരുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും അച്ഛൻ കൂടുതലും ചെയ്യുന്നതൊക്കെ. അന്ന് ഈ ദൂരദർശനിലെ സീരിയലൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഷൂട്ടിങ്. അപ്പൊ ഞാൻ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ലൊക്കേഷനിലോട്ട് പോകും. അപ്പൊ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു ഇതുണ്ട്. അപ്പൊ അന്ന് മുതലേ ഈ ഡയറക്ഷൻ എന്നുള്ളൊരു സാധനം എന്റെ മനസ്സിൽ. പക്ഷേ ഈ റിയാലിറ്റി ഷോയിൽ വന്നത് നടനാവും, പിന്നീട് നടനാവുന്നു. അപ്പൊ അത് സിനിമയിൽ ഞാൻ പറഞ്ഞ അപ്പൊ വേറെ വഴി നോക്കാമായിരുന്നല്ലോ, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആ വഴി പോവാതെ എന്തുകൊണ്ട് അഭിനയത്തിലോട്ട് അപ്പൊ വന്നു? ഇല്ല, അഭിനയത്തിലോട്ട് വന്നത് അത് വളരെ യാദൃശ്യമായിട്ടാണ് ഈ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ ഷോയിലേക്ക് ഞാൻ വരുന്നത്. ഞാനും ജിയോ ബേബി, ഡയറക്ടർ ജിയോ ബേബിയും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഓഡീഷന് പോകുന്നതൊക്കെ. അങ്ങനെ പോയി എനിക്ക് കിട്ടിയില്ല, ജിയോയ്ക്കും കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ രണ്ടുപേരെയും കിട്ടിയില്ല. പക്ഷെ ഞാൻ പിന്നീട് അവരെ വിളിച്ചിട്ട് എനിക്ക് എന്തോ ഒരു മറ്റേ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്തോ ആയിരുന്നു. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ വരാൻ പറഞ്ഞു. സെക്കൻഡ് റൗണ്ടിൽ ഞാൻ പോയ സമയത്താണ് ശരിക്കും ഇത് കിട്ടുന്നത്. അവിടെ മുതലാണ് ശരിക്കും ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അത് വന്ന് അതിന്റെ ഫൈനൽ സമയത്ത് എനിക്ക് അതിന്റെ സെക്കൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബെസ്റ്റ് ആക്ടറിൽ. ഫസ്റ്റ് നമ്മൾ സുരഭി എന്ന് പറഞ്ഞ സുരഭി ലക്ഷ്മി ഫസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ജഡ്ജായിരുന്നു രഞ്ജിത്ത് സാറ്, ഡയറക്ടർ രഞ്ജിത്ത് സാറ്. അത് കഴിഞ്ഞ് ഇമീഡിയറ്റ് രഞ്ജിത്ത് സാറ് തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ അവിടെ നിന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. ഇവര് രണ്ടുപേരും കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ വന്നു. അത് വന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത വർക്ക് വന്നു. ശ്യാം സാർ ഋതു ചെയ്തപ്പോഴത്തേക്കും ഋതുവിനകത്ത് വിളിച്ചു. അങ്ങനെ ഒരു പിന്നെ ആ ഫ്ലോയില് പോയി. പോയി. അന്ന് പിന്നെ ഇവർക്ക് 2009-10 എന്ന് പറഞ്ഞ കുറെ പേര് വന്ന ഒരു സമയമാണ്. ആസിഫൊക്കെ ഈ ഋതുവിനകത്ത് ആസിഫ് വിനയ് ഫോർട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മലവാടിയിലൂടെ കുറെ പേര് വന്നു. ആ ഒരു രണ്ട് പടം ഋതു എനിക്ക് ഇട്ടും മറക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു. റീസെന്റ് ആയിട്ട് എനിക്ക് കണ്ടല്ലോ, എനിക്ക് ഓർമ്മ സൗദി വെള്ളക്കയിലെ ഒരു ക്യാരക്ടറാണ്. അതൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഭയങ്കര നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് അത്. ഈ പറഞ്ഞ പോലെ വലിയ സ്കൂളിൽ നിന്നാണ് വരണത്.